നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ എന്നിവരുടെ ജനന പൂർവ വൃത്താന്തങ്ങൾ അറിഞ്ഞല്ലേ. ഇനി ഗാന്ധാര രാജ്യത്തിലേക്ക് പോവാം. ഗാന്ധാര രാജാവിൻ്റെ മകളായ ഗാന്ധാരി പരമേശ്വരനെ തപസ്സു ചെയ്ത് തനിക്ക് 100 പുത്രന്മാരുണ്ടാകണമെന്ന വരം നേടിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം ഭീഷ്മർക്ക് അറിയാമായിരുന്നു. ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയെ പത്നിയായി കിട്ടിയാൽ കൊള്ളാം എന്ന സന്ദേശം ഭീഷ്മർ ഗാന്ധാര രാജാവിനെ അറിയിച്ചു. ധൃതരാഷ്ട്രർ ജന്മന അന്ധനാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് രാജാവ് കുറച്ച് ചിന്താകുലനായി. എങ്കിലും കുലം, ഖ്യാതി, നടപടി എന്നിവയൊക്കെ പരിഗണിച്ച് അതിനെ സമ്മതിക്കുക തന്നെ ചെയ്തു. ഒരന്ധനാണ് തൻ്റെ ഭർത്താവാൻ പോകുന്നതെന്ന് കേട്ട മാത്രയിൽ ഗാന്ധാരി ഒരു പട്ടെടുത്ത് മടക്കി കാഴ്ചയില്ലാതാകുമാറ് കണ്ണ് കെട്ടി. പാതിവൃത്യം പരമധർമ്മമായിട്ട് അവൾ കരുതി എന്നൊരു ഭാഗം പറയുമ്പോൾ അത് തൻ്റെ ഇഷ്ടമില്ലാതെ വിവാഹത്തിന് അനുകൂലിച്ച ബന്ധുക്കളോട്, മാതാപിതാക്കളോടാവാം, എന്തായാലും അതൊരു പ്രതിഷേധമായിട്ടാണ് ഗാന്ധാരി ചെയ്തത് എന്ന് വേറൊരു ഭാഗം വാദിക്കുന്നുണ്ട്. ഈ മഹാഭാരതത്തിൻ്റെ കാര്യത്തിലെ ഒരു വാദഗതിയും ഒരു തീർച്ചയിലും എത്താൻ പോണില്ല. എന്തു തന്നെ ആയാലും കണ്ണുകെട്ടി ഗാന്ധാരി. കുന്തി ഭോജരാജൻ്റെ മകൾ കുന്തി സ്വയംവര വേദിയിൽ വെച്ച് പാണ്ഡുവിനെ ഭർത്താവായി വരിച്ചു. അപ്പോൾ കുന്തി ഭോജരാജനെ വളർത്തുമകളാണ് കേട്ടോ കുന്തി. വസുദേവ പിതാവും യദുശ്രേഷ്ഠനുമായ ശൂരസേനൻ്റെ മകളായിട്ടായിരുന്നു ഈ കുന്തി ജനിച്ചത്. പൃഥ എന്നായിരുന്നു പേര്. തൻ്റെ മുൻ വാഗ്ദാനം അനുസരിച്ച് ശൂരസേനൻ കുന്തി ഭോജന് സുഹൃത്തായിരുന്നു. കുട്ടികളുണ്ടായിരുന്നില്ല ഭോജനെ. അങ്ങനെ പൃഥയെ ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഒരിക്കൽ രാജകൊട്ടാരത്തിൽ വന്ന ദുർവാസാവ് മഹർഷിയെ പരിചരണം ചെയ്തിട്ട് അവൾ പ്രീതയാക്കി. സന്തുഷ്ടനായ മഹർഷി ഭാവി കണ്ടറിഞ്ഞ് അവൾക്ക് ആഭിചാരമന്ത്രം ഉപദേശിക്കുക. ആ മന്ത്രം ഉപയോഗിച്ച് ആഹ്വാനം ചെയ്യപ്പെടുന്ന ഏതൊരു ദേവൻ്റെയും പ്രീതിയാൽ അവൾക്ക് സന്താനമുണ്ടാകും എന്നും മഹർഷി അനുഗ്രഹിച്ചു. ബാലികയായിരുന്ന അവൾ ബാല്യസഹജമായ ഒരു കുതൂഹലം കൊണ്ട് ആ മന്ത്രം ഉപയോഗിക്കുക. എന്നിട്ടോ സൂര്യനെ ആഹ്വാനം ചെയ്തു. ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ട് നല്ല ഭംഗിയും തേജസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ദേവൻ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ആഹ്വാനം ചെയ്തു. അവൾക്കരികിൽ സൂര്യദേവൻ എത്തി. അപ്പോൾ അവൾ ആകെ ഭയപ്പെട്ടു. താൻ അറിയാതെ ചെയ്ത പ്രവൃത്തിയാണതെന്നും മാപ്പ് നൽകണമെന്നും ഒക്കെ അവൾ സൂര്യഭഗവാനോട് അപേക്ഷിച്ചു. ഫലം ഉണ്ടായില്ല. സൂര്യനിൽ നിന്നും അവൾ ഗർഭം ധരിക്കുക തന്നെ ചെയ്തു. പ്രസവിച്ചു. കുണ്ഡലധാരിയും ചട്ടയിട്ടവനുമായ, അതായത് കവചമൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു പൈതലിനെയാണ് ജന്മം കൊടുത്തത്. എന്നിട്ടോ ആ പൈതലിനെ ആരും അറിയാതെ അവൾ പെട്ടിയിലാക്കി. അമ്മയുടെ സഹായത്തോടു കൂടി തന്നെയാണ് പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി. കാരണം കന്യകയായ രാജകുമാരി ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു എന്ന് ലോകരറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ മൊറാലിറ്റി വളരെ പരിതാപകരമായി പോകുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ നല്ല പേര്, സൽപ്പേര് കളങ്കപ്പെടുത്താൻ ഒരു രാജകുമാരിക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ കുന്തി അങ്ങനെ ചെയ്തു. രാധയുടെ ഭർത്താവായിട്ടുള്ള അതിരഥൻ ആ കുട്ടിയെ കണ്ടെടുത്ത് വളർത്തി. കർണൻ എന്ന പേരിൽ അവൻ പ്രസിദ്ധനായ കാര്യമൊക്കെ നമുക്കറിയാം. ഇതിനൊക്കെ ശേഷമാണ് കുന്തി ദേവി പാണ്ഡുവിൻ്റെ ഭാര്യയാകുന്നത്. അതിനുശേഷം പാണ്ഡുവിനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കൂടി കഴിപ്പിക്കാൻ ഭീഷ്മർ സപരിവാരം മധുരരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. മധുരരാജാവിന് ആ ബന്ധത്തിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കുലാചാരപ്രകാരം വേണ്ടതെല്ലാം ചെയ്ത് ഭീഷ്മർ മാദ്രിയെയും കൊണ്ട് ഹസ്തിനപുരിയിലേക്ക് പോന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വിവാഹത്തിന് ആരും തടസ്സം പറയാത്തതും സമ്മതം മൂളുന്നതും എന്തുകൊണ്ടാണ്? കുലം, ഖ്യാതി എല്ലാ കാര്യത്തിലും ഹസ്തിനപുരം അല്ലെങ്കിൽ കുരുവംശം എല്ലാവർക്കും മുന്നിലാണ്. അതിനോട് കിടപിടിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയും പ്രബലമായ ഒരു രാജകുടുംബത്തിൽ നിന്നും വിവാഹാലോചന വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും സമ്മതമേ മൂളൂ. അതുകൊണ്ട് തന്നെയാണ് മാദ്രിയുടെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം തന്നെ
പാണ്ഡുവിൻ്റെ ഭാര്യയായത്. മാദ്രിയെ വിവാഹം ചെയ്ത് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം പാണ്ഡു ദിഗ്വിജയത്തിന് പോയി. രാജാക്കന്മാർക്കൊക്കെ, പ്രതാപശാലികളായ രാജാക്കന്മാർക്കൊക്കെ പതിവാണല്ലേ ദിഗ്വിജയത്തിന് പോവുക. അദ്ദേഹം ഒട്ടേറെ രാജാക്കന്മാരെ തോൽപ്പിച്ച് രാജ്യങ്ങൾ കീഴടക്കി ധാരാളം സമ്പത്തും നേടി ദിഗ്വിജയിയായി തിരിച്ചെത്തിയ പാണ്ഡുവിനെ തഴുകി ഭീഷ്മർ ആനന്ദാശ്രു വാർത്തു. വിതുരൻ്റെ വിവാഹവും യഥാകാലം ഭീഷ്മർ നിശ്ചയിച്ചുറപ്പിച്ചു. ദേവകൻ എന്ന രാജാവിനെ ശൂദ്ര സ്ത്രീയിൽ ജനിച്ചൊരു കന്യകയെ വിതുരന് വധുവായി ഉറപ്പിച്ചു കൊണ്ടുവന്നു. പാണ്ഡു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ വില്ലും ശരവും എടുത്ത് നായാട്ടിനായി ഒരിക്കൽ വനത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമാണ്. അതുമാത്രമല്ല, കണക്ക് പ്രകാരം മൃഗങ്ങൾ കൂടിക്കഴിഞ്ഞാൽ, വന്യമൃഗങ്ങൾ കൂടിക്കഴിഞ്ഞാൽ സന്തുലിതാവസ്ഥ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഭരണാധികാരിയുടെ കടമയാണ്. അതുകൊണ്ട് നായാട്ടിനിടയ്ക്കിടയ്ക്ക് രാജാക്കന്മാർ പതിവായിരുന്നു. അപ്പോൾ മൈഥുനത്തിലേർപ്പെട്ടിരുന്ന ഒരു വലിയ കലമാനെ കണ്ടു. ആ മാനിനെയും മാൻപേടയെയും പാണ്ഡു ശരമെയ്ത് പിളർന്നു. ഇണ ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശര ചെയ്തത്. ആ മാൻ കിന്തമൻ എന്ന പേരായ മഹാതപസ്വിയും മാൻപേട അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു. മുനി പാണ്ഡുവിനെ ശപിച്ചു. കാമിയായി നിൽക്കുന്ന തന്നെ വധിക്കുകയാൽ അപ്രകാരം തന്നെ പാണ്ഡുവും മരിക്കുമെന്ന് ആണ് ശാപം. ഭാര്യയോടൊത്ത് മൈഥുനം ചെയ്യാൻ ആനന്ദ അനുഭവത്തിലെത്തുന്ന സമയത്ത് പ്രേതലോകത്തിലെത്തുമെന്നായിരുന്നു, അല്ലെങ്കിൽ മരണപ്പെടുമെന്നായിരുന്നു മുനിയുടെ ശാപം. ഇങ്ങനെ ശപിച്ച ശേഷം ആ മൃഗം ജീവനറ്റ് വീഴുകയാണുണ്ടായത്. അപ്പോൾ കിന്തമ മുനിയുടെ ശാപം പാണ്ഡുവിനെ അപ്പാടെ ഉലച്ചു. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് തന്നെ വിരക്തി നേടാനായി ആഗ്രഹിച്ചു, വിരക്തനായി തീർന്നു. ഇനി മോക്ഷത്തിനുള്ള മാർഗങ്ങൾ ആണ് ആരായേണ്ടത്. കാരണം ഭാര്യയുമായി ഒത്ത് ഒരു വൈവാഹിക ജീവിതത്തിന് ഇനി അദ്ദേഹത്തിന് പറ്റില്ല. രാജഭാരം ധൃതരാഷ്ട്രനെ ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിൽ പോയി തപസ് ചെയ്യാൻ ഉറച്ചു. അപ്പോൾ താൽക്കാലികമായിട്ടാണ് ഈ രാജഭാരം കൊടുക്കുന്നത്. അതിടയ്ക്കിടയ്ക്ക് ചെയ്യാറുമുണ്ട്. ഈ നായാട്ടിനൊക്കെ പോകുമ്പോൾ പാണ്ഡു ജ്യേഷ്ഠനെ തന്നെയാണ്, വിതുരനും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവർ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. വിതുരൻ്റെ അഡ്വൈസിൽ ധൃതരാഷ്ട്രർ ഭീഷ്മരുടെ ഒരു നിയന്ത്രണത്തിലാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് പാണ്ഡുവിൻ്റെ അഭാവത്തിൽ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത്. താൽക്കാലികമായുണ്ടായ ഒരു വിരക്തി അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള സത്യം അവിടെ നിലനിൽക്കുമ്പോഴും. അങ്ങനെ മഹാരാജാവായിരുന്ന പാണ്ഡു രാജഭാരം ധൃതരാഷ്ട്രനെ ഏൽപ്പിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ ഉറച്ചു. കൊട്ടാരമാകെ ദുഃഖാകുലായി. പാണ്ഡുവിൻ്റെ തീരുമാനമറിഞ്ഞ പത്നിമാർ അദ്ദേഹത്തിനോടൊപ്പം കാട്ടിലേക്ക് യാത്രയായി. അവർ ശതശൃംഗത്തിൽ പോയി തപസ് ചെയ്യാൻ ആരംഭിച്ചു. ബ്രഹ്മസദസ്സിലേക്ക് പോകുന്ന മഹർഷിമാരൊരിക്കൽ ആ വഴി വന്നു. അവരോടൊപ്പം പോകാൻ പാണ്ഡുവും ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ അവർ പറഞ്ഞു, അനുകൂലിച്ചില്ല അവർ. എന്നിട്ട് എന്താ പറഞ്ഞത്? സന്താനം ഇല്ലാത്തവർക്ക് സ്വർഗത്തിലെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പാണ്ഡു അതീവ ദുഃഖിതനായി. ദേവതുല്യരായ സത്പുത്രന്മാർ തനിക്കുണ്ടാകുമെന്ന് ആ മഹർഷിമാർ പറഞ്ഞത് മാത്രമായിരുന്നു അല്പം ഒരു ആശ്വാസത്തിന് വക നൽകിയത്. മഹർഷിമാർ അങ്ങനെ ഒരു അനുഗ്രഹം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹമൊക്കെ കിട്ടിയെങ്കിലും അതെങ്ങനെ സാധ്യമാകും? കിന്തമമുനിയുടെ ശാപവാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലിങ്ങനെ മാറ്റൊലി കൊള്ളുകയാണ്. സ്ത്രീ സംഗമം തനിക്ക് വിധിക്കാത്ത ഒന്നായിപ്പോയി. എന്നിട്ടും മഹർഷിമാർ പറഞ്ഞത്, ഹസ്തിനപുരിയിൽ വന്ന സൽക്കാരങ്ങൾ കൊണ്ട് പ്രീതനായ വ്യാസമുനി 100 മക്കളുണ്ടാകട്ടെ എന്ന് ഗാന്ധാരിയെ അനുഗ്രഹിച്ചു. ധൃതരാഷ്ട്രനിൽ നിന്നും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തതിയില്ലാത്തതിനാൽ ചിന്താകുലനായിട്ടുള്ള പാണ്ഡു വിവരങ്ങളെല്ലാം കുന്തിയോട് പറഞ്ഞു. സന്തതികളില്ലാത്തതിൽ അവർ തുല്യ ദുഃഖിതരായിരുന്നല്ലോ. എങ്കിലും ദുഃഖം മാറ്റാൻ എന്താണൊരു പോംവഴി എന്ന് ആലോചിച്ചു. നദിയിലെ ആദ്യ സന്താനത്തിനെ ഒഴുക്കിക്കളഞ്ഞതിൻ്റെ ശിക്ഷയാണോ എന്ന് കുന്തി സ്വയം ചോദിക്കുന്നുണ്ട്. ആലോചന ഈ വഴിക്ക് തിരിഞ്ഞപ്പോൾ കുന്തിക്കൊരു ഉപായം തോന്നി. ദുർവാസാവ് മഹർഷി ബാല്യത്തിൽ നൽകിയ അനുഗ്രഹം തന്നെ രക്ഷിച്ചാലോ? ആഭിചാര മന്ത്രത്തിനെക്കുറിച്ച് കുന്തി അന്ന് ആദ്യമായിട്ട് ഭർത്താവിനോട് പറഞ്ഞു. അതിനെക്കുറിച്ച് കേട്ടപ്പോൾ പാണ്ഡുവിന് ആശ്വാസം തോന്നി. മഹർഷിയുടെ മന്ത്രം
എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ? അതിൽ അധാർമികമായിട്ടൊന്നുമില്ലല്ലോ. പാണ്ഡു തൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിലും കുന്തി അതിനോട് യോജിച്ചു. ഒരു പുത്രന് വേണ്ടി അന്ന് തന്നെ ധർമ്മദേവനെയാണ് ആവാഹിക്കാൻ പാണ്ഡു പറഞ്ഞത്. കുന്തി അപ്രകാരം ചെയ്തു. ഈ സമയം കൊട്ടാരത്തിലെ ഗാന്ധാരി ഗർഭിണിയായി 1 വർഷം കഴിഞ്ഞ സമയത്താണ് കുന്തി ധർമ്മദേവനെ ആഹ്വാനം ചെയ്തത്. കീർത്തി പ്രതാപങ്ങളോടെ സതൃപ്തനായി വിളങ്ങുന്ന ധർമാത്മജനെ കുന്തി നേടി. അതായത് ധർമ്മപുത്രരെ, ധർമ്മദേവൻ്റെ പുത്രനെ കുന്തി നേടി. 2 വർഷക്കാലം ഗാന്ധാരി ഗർഭം വഹിച്ചു. എന്നിട്ടും പ്രസവിക്കാതിരുന്നപ്പോൾ അവൾ സ്വകാര്യമായി തൻ്റെ വയറ് ആഘാതം ചെയ്ത് വയറിങ്ങനെ തിരുമി ഉടയ്ക്കുകയാണ്. ഗർഭം പുറത്തു വരത്തക്ക വിധം മർദ്ദിച്ചു. അപ്പോൾ പുറത്തു വന്നത് ഒരു മാംസപിണ്ഡമായിരുന്നു. വിവരമറിഞ്ഞ് വന്നെത്തിയ വ്യാസമഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ മാംസപിണ്ഡം ജലം കൊണ്ട് കഴുകിയപ്പോൾ 100 കഷ്ണങ്ങളായി. അവയോരോന്നും നെയ്യ് നിറച്ച കുടങ്ങളിൽ സൂക്ഷിച്ചു. വ്യാസഭഗവാൻ നിർദ്ദേശിച്ച സമയത്ത് തന്നെ അവയിൽ നിന്ന് ദുര്യോധനൻ മുതലായവർ പിറന്നു. മാംസപിണ്ഡം വെള്ളം തളിച്ച് കഷ്ണങ്ങളാക്കി 100 നെയ്ക്കുടങ്ങളിലാക്കിയ ശേഷം ഒരെണ്ണം ബാക്കിയായി. ഗാന്ധാരിയുടെ ആഗ്രഹപ്രകാരം അതൊരു സുന്ദരിയായി തീരുമെന്ന് മഹർഷി പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുഞ്ഞ് വേണമെന്ന് ഗാന്ധാരിക്ക് ആഗ്രഹം. അത് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അനുഗ്രഹിച്ചു. വ്യാസഭഗവാൻ അത് 101ാമത്തെ കുടത്തിലാക്കി. അതിൽ നിന്ന് ദുശ്ശള പിറന്നു. ദുര്യോധനൻ പിറന്നപ്പോഴുണ്ടായ നിമിത്തങ്ങൾ ഒട്ടും ശുഭകരങ്ങളായിരുന്നില്ല. കുലവും നാടും അവ മുടിക്കുമെന്ന് ഈ വിപ്രന്മാരും വിതുരനും ഒക്കെ പ്രവചിച്ചു. കുലം നിലനിൽക്കണമെങ്കിൽ അവനെ ഉപേക്ഷിക്കണമെന്നും അവർ ഉപദേശിക്കുകയുണ്ടായിട്ടുണ്ട്. അത്രയും ദുർലക്ഷണങ്ങളായിരുന്നു ദുര്യോധനൻ ജനിച്ചപ്പോഴേ. പക്ഷേ പുത്രസ്നേഹം നിമിത്തം ധൃതരാഷ്ട്ര രാജാവ് ആ ഉപദേശം സ്വീകരിച്ചില്ല. സാധാരണ ഗതിയിൽ രാജാക്കന്മാർ അങ്ങനെ ചെയ്യണം. കാരണം എന്താ, അവിടെ പേഴ്സണലായിട്ടൊന്നും എടുക്കാൻ പാടില്ല. രാജകുമാരൻ തൻ്റെ സ്വന്തം പുത്രനാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ, ഒരു ജനതയുടെ മുഴുവൻ ഭാവിയാണ് ആ രാജകുമാരൻ. ഒരു രാജ്യത്തിന് ദോഷം വരുന്നതൊന്നും രാജാവ് ചെയ്യാൻ പാടില്ല. ഒരു കുലം, ഒരു വ്യക്തിയേക്കാൾ പ്രധാനമാണ് ഒരു കുലം, ഒരു കുലത്തേക്കാൾ പ്രധാനമാണ് ഒരു രാജ്യം. അപ്പോൾ പുത്രസ്നേഹ നിമിത്തം ധൃതരാഷ്ട്ര രാജാവ് അതൊന്നും അംഗീകരിച്ചില്ല, ആ ഉപദേശം സ്വീകരിച്ചില്ല. ധൃതരാഷ്ട്രന് വൈശ്യസ്ത്രീയിൽ യുയുത്സു എന്നൊരു പുത്രൻ ജനിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അങ്ങനെ ധർമ്മപുത്രരെ പുത്രനായിട്ട് ലഭിച്ച ശേഷം ബലവാനായിട്ടുള്ളൊരു പുത്രൻ വേണമെന്ന മോഹം പാണ്ഡുവിനുണ്ടായി. ഭർത്താവിൻ്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി കുന്തി വായുദേവനെ ആവാഹിച്ചു. അദ്ദേഹത്തിൽ നിന്നുമാണ് ഭീമനെ പുത്രനായിട്ട് നേടിയത്. ഈ ഭീമനും ദുര്യോധനനും ഒരേ സമയമാണ് ജനിക്കുന്നത് ഏകദേശം. ഭീമൻ ജനിച്ച ഉടൻ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു വ്യാഘ്രത്തെ കണ്ട് പേടിച്ച കുന്തി മടിയിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെക്കുറിച്ച് ഓർക്കാതെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴോ അവരൊരു പാറയുടെ മുകളിൽ വീണു. പക്ഷെ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, പാറ കഷ്ണങ്ങളായിട്ട് തകരുകയും ചെയ്തു. ഇതിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ ബലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഭീമസേനൻ ജനിച്ചതിന് ശേഷം കുന്തി ഇന്ദ്രനെ ആഹ്വാനം ചെയ്തു. ഇന്ദ്രനിൽ നിന്ന് അർജുനൻ ഭൂജാതനായി. അവൻ എല്ലാ ദിവ്യാസ്ത്രങ്ങളും നേടുമെന്നും നശിച്ചുപോയ ശ്രീയെല്ലാം ഐശ്വര്യമെല്ലാം വീണ്ടെടുക്കുമെന്നും അശരീരിയുണ്ടായി. പാണ്ഡുവിന് പുത്രസിദ്ധിയിലുള്ള കൊതി പിന്നെയും ഉണ്ടായി. കുന്തിയെപ്പോലെ തനിക്കും സന്തതി വേണമെന്ന മോഹം മാദ്രി പാണ്ഡുവിനോട് പറഞ്ഞു. പാണ്ഡു അക്കാര്യം കുന്തിയെ അറിയിച്ചപ്പോൾ മാദ്രിയെ സഹായിക്കാനും കുന്തി തയ്യാറായി. ഇഷ്ടമുള്ള ഒരു ദൈവത്തെ മാത്രം ധ്യാനിക്കാനും താൻ മന്ത്രം ചൊല്ലാമെന്നും കുന്തി മാദ്രിയോട് പറഞ്ഞു. അങ്ങനെ അശ്വിനി ദേവന്മാരെ, ആയുർവേദത്തിൻ്റെ ദേവന്മാരാണല്ലേ, ധ്യാനിച്ച മാദ്രിക്ക് ഇരട്ട സന്താനങ്ങൾ, അശ്വിനി ദേവന്മാർ 2 പേരാണല്ലോ, അപ്പോൾ അങ്ങനെ ഇരട്ട സന്താനങ്ങൾ പിറന്നു. അവർക്ക് നകുലനെന്നും സഹദേവനെന്നും പേരിട്ടു. തൻ്റെ 5 പുത്രന്മാരോടും കൂടി സന്തുഷ്ടിയോടെ പാണ്ഡു കഴിഞ്ഞുകൂടുകയായിരുന്നു. ഒരിക്കൽ ഒരു വസന്ത ആഗമന വേളയിൽ ഭാര്യമാരോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അസാധാരണമായ വിധത്തിൽ അപ്പോൾ അദ്ദേഹം
പ്രേമവിവശനായി. ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് ഏകയായിട്ട് പിറകിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മാദ്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വികാരം ആളിക്കത്തി. അതടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ ശാപത്തെക്കുറിച്ചൊന്നും അദ്ദേഹം അപ്പോൾ ഓർത്തില്ല. രാജാവ് മാദ്രിയെ സർവം മറന്ന് ആശ്ലേഷിച്ചു. മാദ്രി പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. കാരണം ഈ ശാപത്തെക്കുറിച്ച് എപ്പോഴും മാദ്രി ബോധവതിയായിരുന്നല്ലോ, കുന്തിയെ പോലെ തന്നെ. ഭവിഷ്യത്തുക്കളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പക്ഷേ രാജാവ് ബലമായിട്ട് അവളെ പിടിച്ച് വീഴ്ത്തുകയാണ് ഉണ്ടായി. മാദ്രിയുമായി സംഭോഗത്തിൽ ഏർപ്പെട്ട അദ്ദേഹം മുനിയുടെ ശാപനിമിത്തം അപ്പോൾ തന്നെ മരണപ്പെട്ടു. പ്രാണൻ പോയ രാജാവിനെ കെട്ടിപ്പിടിച്ച് മാദ്രി വാവിട്ട് വിളിച്ചു. നിലവിളി കേട്ട് കുന്തിയും കുട്ടികളും ഓടിയെത്തി സംഭവിച്ചത് മനസ്സിലായി. അപ്പോൾ വല്ലാതെ അവർ ദുഃഖിക്കുകയാണ്. മാദ്രിക്കാണെങ്കിലോ താൻ അപരാധിയാണെന്ന് ഉള്ള തോന്നൽ വളരെ കലശലായി. അത് പോയില്ല. അങ്ങനെ അപരാധിനിയാണെന്ന് പറഞ്ഞ മാദ്രി ഭർത്താവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചിതയിലേക്ക് ചാടുകയാണ് ഉണ്ടായത്. തൻ്റെ 2 മക്കളെ വളർത്താൻ കുന്തിയെ ഏൽപ്പിച്ച് മാദ്രി ഭർത്താവിൻ്റെ ഒപ്പം പോയി മരണപ്പെട്ടു. അങ്ങനെ കുന്തിയും ഈ 5 കുഞ്ഞുങ്ങളും വളരെ ചെറിയ കുട്ടികളാണ്. അവർ വനത്തിൽ തനിച്ചായി. അവരെ സഹായിക്കാൻ മുനിമാർ തയ്യാറായി. ഒരു ദിവസം കുന്തിയെയും കുമാരന്മാരെയും കൂട്ടി ഹസ്തിനാപുരത്തേക്ക് പോകാൻ അവർ തീരുമാനിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവിടുത്തെ രാജാവിൻ്റെ ഭാര്യയാണല്ലേ. ആ രാജകുമാരന്മാരാണ് 5 പേരും. സംഭവിച്ചതെല്ലാം അവർ വിസ്തരിച്ച് രാജസദസ്സിൽ അറിയിച്ച ശേഷം കുട്ടികളെ കൊട്ടാരത്തിൽ തന്നെ വളർത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ധൃതരാഷ്ട്രർ സമ്മതിച്ചു. കുന്തിയെയും കുട്ടികളെയും രാജകൊട്ടാരത്തിൽ ഏൽപ്പിച്ച് മുനിമാർ തിരികെ പോയി. രാജധാനി രാജന് ചേർന്ന വിധം പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും സംസ്കാര കർമ്മങ്ങൾക്ക് ധൃതരാഷ്ട്രർ വിതുരനെ ശട്ടം കെട്ടി. ദുഃഖാർത്തരായ പാണ്ഡവരെ നാട്ടുകാർ ആശ്വസിപ്പിച്ചു. പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും മരണത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ 12 ദിവസം പുലയാചരിച്ചു. അങ്ങനെ ശോകാർത്തയായി തീർന്ന സത്യവതിയോട് വരും കാലങ്ങളിലെ ദുർദിനങ്ങളെക്കുറിച്ച്, ചീത്ത ദിവസങ്ങളെക്കുറിച്ച് വ്യാസഭഗവാൻ സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത്. അവയെല്ലാം പാപനിർഭരങ്ങളായിരിക്കുമെന്നും കുരുക്കളുടെ, അതായത് കുരുവംശത്തിൻ്റെ ദുർനീതി വർദ്ധിച്ച് ഊഴി ഭൂമി നശിച്ചു പോകുമെന്നും പറഞ്ഞു. കുലത്തിന് വരാനിരിക്കുന്ന ക്ഷയം കാണാതിരിക്കാൻ തപോവനത്തിൽ ചെന്ന് യോഗം പൂണ്ട് വാഴാനും ഉപദേശിക്കുകയാണ് സത്യവതിയെ. സത്യവതി ആ ഉപദേശം സ്വീകരിച്ചു. സ്നുഷമാരോടുകൂടി, മകൻ്റെ ഭാര്യമാരോടുകൂടി കാട്ടിലേക്ക് പോവുകയും ചെയ്തു. തപോവൃത്തിയിൽ ജീവിച്ച് ജീവത്യാഗം ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ കൗരവരുടെയും പാണ്ഡവരുടെയും ജന്മമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.